അപ്പോൾ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26 നമ്മൾ കടക്കാൻ പോകുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 26 പറയുന്നത്. എന്താ ലിമിറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? ലെറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ 45x + 5y + 3 = 0 ബി 27r1 + 9r2/2. അതായത് ഈ ലൈനിന്റെ സ്ലോപ്പ് എന്താണെന്നാ പറയുന്നത്? ഇതാണെന്നാ പറയുന്നത്. നമുക്കിതിന്റെ സ്ലോപ്പ് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമല്ലോ. 45x + 5y = 3 എന്ന് പറയുമ്പം എന്ത് ചെയ്താ 5y = -45x - 3 എന്ന് എഴുതാ. സോ y = എന്താണെന്ന് കിട്ടാൻ 9 അല്ലേ കിട്ടാ, -9x - 3/5 എന്ന് കിട്ടും. സോ സ്ലോപ്പ് -9 ആണ്. ദാറ്റ് മീൻസ് 27 നോക്കണേ, 27r1 + 9r2 / 2 = -9 എന്ന് വന്നു. ഇനി അടുത്ത് എന്താ പറയുന്നത്? r1 r2 റിയൽ നമ്പർ ആണ്. കൂടാതെ ലിമിറ്റ് x → 3 ഇന്റഗ്രൽ 3 to x 8t² / 3r2x/2 - r2x² - r1x³ - 3x എന്നാ പറയുന്നത് അല്ലേ. ഇവിടെ ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് എക്സിന് 3 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത്? എക്സിന് 3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 9 മൈനസ് എന്ന് പറയുമ്പം ഇവിടെ ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ 0 ആണ്, ഡിനോമിനേറ്ററും ഈ ഒരു ഫോമിലേക്ക് കിട്ടിയിരിക്കുന്നത്. ലോപ്പിത്താൽ റൂൾ അപ്ലൈ ചെയ്യാലോ. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോക്കണേ, ഇന്റഗ്രൽ ലിമിറ്റ് ഇന്റഗ്രൽ എന്താ 3 to x 8t² dt / 3r2x/2 - r2x² - r1x³ - 3x. LH റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ ലെബനിസ് റൂൾ അപ്ലൈ ചെയ്യുക. ലെബനിസ് റൂൾ വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ആണെന്ന് നമുക്കറിയാം. പലപ്പോഴായിട്ട് നമ്മളോട് എക്സാമിന് ചോദിച്ച കാര്യം നമുക്കറിയാം. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് x → 3 അല്ലേ പറയുന്നത്? യെസ്, x → 3. അപ്പർ ലിമിറ്റ് x ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുക 8x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x 1 എന്ന് കിട്ടും. അതായത് ഇതെന്ത് കിട്ടി? 8x² എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് അതിനെ നോക്കേണ്ട ആവശ്യമില്ല. ഡിവൈഡഡ് ബൈ, ഇനി ഡിനോമിനേറ്ററിലേക്ക് പോകട്ടെ, 3r2x/2 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് കാണുമ്പം 3r2/2 എന്ന് കിട്ടും. മൈനസ് r2x² ആണ് ഡെറിവേറ്റീവ്, 2r2x എന്ന് എഴുതാ. മൈനസ് 3r1x² എന്ന് എഴുതാ. -3 എന്നും കൊടുക്കുക. ഇനി ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കാലോ. ഇനി ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ന്യൂമറേറ്റർ x² ആണ്. 8 × 3² എന്ന് പറയുമ്പോൾ 72 എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ ആദ്യം കിട്ടുന്നത് നോക്കണേ, 3r2/2 മൈനസ് എക്സിന് 3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 6r2 എന്ന് കിട്ടി. മൈനസ് x² അല്ലേ, അപ്പൊ 9 × 3 എന്ന് പറയുമ്പോൾ 27r1 എന്ന് കിട്ടി. -3 എന്ന് കിട്ടും അല്ലേ. ഇനി ഇത് രണ്ടും ഡിനോമിനേറ്ററിലെ ആദ്യത്തെ 2 ടേമും കൂടി നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് എന്ന് പരിശോധിക്കാം. നോക്കണേ, 72 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും അറേഞ്ച് ചെയ്യുമ്പോൾ 12 -12 ആണ്. അപ്പൊ +3 ആണ്. അപ്പൊ -9 എന്ന് കിട്ടും. -9 r2 എന്താണ് കിട്ടുന്നത്? 2 എന്ന് എഴുതാ. -9 r2/2 എന്ന് എഴുതാ. മൈനസ് അടുത്തത് എന്താ കിട്ടുന്നത്? 27r1 ആണ്. -3 = 72 ഡിവൈഡഡ് ബൈ, നോക്കണേ മക്കളെ, നമുക്ക് സ്ലോപ്പിനെ കുറിച്ച് ഫസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. 27r1 + 9r2/2 = -9. എല്ലാത്തിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്താ കിട്ടുക? -27r1 - 9r2/2 = 9 എന്ന് കിട്ടുമല്ലോ. അതല്ലേ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ എന്ത് കിട്ടി? 9 - 3 എന്ന് കിട്ടി. അതായത് 72/6 എന്ന് കിട്ടും. 72/6 is equal to 12. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും? 12 എന്ന് ആൻസർ കിട്ടും. എത്ര കിട്ടും? 12 എന്ന് ആൻസർ കിട്ടും. നോക്കണേ, ഇൻ്റഗ്രലിൻ്റെ സൈന് വേണ്ടത് എവിടെയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ.